വളരെ യാദൃച്ഛികമായി ലഭിച്ച ഒരു MLA സ്ഥാനം, ഒരു ചെറുപുഞ്ചിരിയും വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള മനസ്സും ആവേശത്തോടുകൂടി ഭരണപക്ഷത്തെ ആക്രമിക്കാനുള്ള ധീരതയാണ്. പൊതുജനങ്ങൾക്കിടയിൽ ഒരു തികഞ്ഞ ആക്ഷൻ ഹീറോ ബിജുവായി മാറിയിരിക്കുകയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചൊവ്വാഴ്ച അവസാനിച്ച ബജറ്റ് സമ്മേളനം നിയമസഭയിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ടെങ്കിലും പിണറായി വിജയനും കൂട്ടർക്കും ഒരു തികഞ്ഞ വാഷൌട്ടായിരുന്നു. അവർക്കൊരു രീതിയിലും മുന്നേറാൻ സാധിക്കാതെ പ്രതിപക്ഷം VD സതീശന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിനെ പലപ്പോഴായി മുട്ടുകുത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവിന് പുറമെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പ്രയോഗവുമായി കടന്നുവന്ന രമേശ് ചെന്നിത്തല തന്റെ സരസമായ ഇടപെടലിലൂടെ പലപ്പോഴായി സഭയെ ഇളക്കിമറിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച PK കുഞ്ഞാലിക്കുട്ടി, ഇരട്ടച്ചങ്കുണ്ടായാൽ പോരാ ജനങ്ങളോട് അനുകമ്പ വേണമെന്ന് തുറന്നു പറച്ചിലുമായി വന്ന KK രമ, കിട്ടിയ അവസരങ്ങളെല്ലാം മുതലെടുത്ത PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ, എൽദോസ് കുന്നപ്പള്ളി, റോജി M ജോൺ എന്നിവരടങ്ങിയ യുവനിരയും രാഷ്ട്രീയ കേരളത്തിന്റെ ആദരവും തികഞ്ഞ കയ്യടിയുമാണ് നേടിയെടുത്തത്. എന്നാൽ അവരെയെല്ലാം കവച്ചുവെച്ച പ്രകടനമാണ് സഭയിലെ ബേബിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. കേരള രാഷ്ട്രീയത്തിലെ ഒരു ഭാവി താരമായി ജനം ഇതിനോടകം വിലയിരുത്തിയിട്ടുള്ള പത്തനംതിട്ട നിവാസിയായ പാലക്കാട് MLA അത്രമേൽ സമ്മർദ്ദമാണ് തന്റെ ഇടപെടലിലൂടെ ഭരണപക്ഷത്തെ പലപ്പോഴായി പ്രതിരോധത്തിലാക്കിയത്. തികഞ്ഞ വിസ്മയത്തോടു കൂടിയാണ് രാഹുലിന്റെ പ്രകടനം കേരളം വീക്ഷിച്ചത്. ഒട്ടും കൂസാതെ രാഹുൽ കത്തിക്കേറിയപ്പോൾ തന്റെ വാക്ചാതുര്യം കൊണ്ട് ഇരകളാക്കിയത് സാക്ഷാൽ പിണറായി വിജയനെയും വ്യവസായ മന്ത്രി P രാജീവിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെയുമാണ്. പിണറായി വിജയന്റെ അവകാശവാദമായ ഊരിപ്പിടിച്ച വടിവാളിനിടയിലൂടെ നടന്നുപോയ വിവരണം വളരെ സരസമായ രീതിയിലാണ് രാഹുൽ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി അതിൽ പതിയിരുന്ന അപകടം മുന്നിൽ കണ്ട് വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയെങ്കിലും രാജീവിനോ വീണയ്ക്കോ ബിന്ദുവിനോ അതിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പരാജയം സമ്മതിച്ച് തലകുനിച്ച് മടങ്ങേണ്ടി വന്ന യാഥാർത്ഥ്യവും കേരള ജനത കണ്ടു. ഒരു ജൂനിയർ മെമ്പർ എന്ന രീതിയിൽ കളിയാക്കാൻ ശ്രമിച്ച രാജീവ് അമ്പേ പരാജയപ്പെട്ടപ്പോൾ കപ്പിത്താൻ ഫെയിമായ വീണയ്ക്ക് രാഹുൽ ഉയർത്തിയ വെല്ലുവിളി നേരിടാൻ സാധിക്കാതെ ഒളിച്ചോടേണ്ടി വന്നു. ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്യൂസ് തന്നെ അടിച്ചു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. രാഹുലിന്റെ ചൂട് CPM-കാർ ആദ്യമായിട്ടല്ല അടുത്തറിയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ രാഹുലിന്റെ മുൻപിൽ അടിയറവ് പറഞ്ഞ് കണ്ടം വഴി ഓടിയ ചരിത്രമുള്ള ഇടതുപക്ഷ അന്തിചർച്ചക്കാരായ അരുൺകുമാർ, അനിൽകുമാർ, അസ്കർ, രജി ലൂക്കോസ്, പ്രകാശൻ മാസ്റ്റർ എന്നിവരോട് നേരിട്ട് ചോദിച്ചാൽ അറിയാം. ഒരു വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ നിന്നും രാഹുലിന്റെ ഉയർച്ച കഠിനാധ്വാനത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെയും ബലത്തിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഇക്കൂട്ടർ തൊടുത്തുവിട്ട വ്യാജ ID കാർഡ് പ്രചാരണവും എന്തിനേറെ പാലക്കാട് മത്സരിക്കുമ്പോൾ അവർ വിദഗ്ധമായ രീതിയിൽ മെനഞ്ഞെടുത്ത നീല ട്രോളി ബാഗും ഒന്നും തന്നെ മറുവശത്ത് രാഹുലിനെ തളർത്താൻ ഒരു രീതിയിലും സാധിച്ചിട്ടില്ല. ഈ അപവാദങ്ങൾ വരുമ്പോൾ തന്നെ ജനം രാഹുലിന്റെ നിഷ്കളങ്കതയെപ്പറ്റി തീർത്തും ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷമായ 18,000-ലധികം വോട്ടുകൾക്ക് രാഹുലിനെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറ്റിയത്. വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ തിളങ്ങിയ മറ്റൊരു MLA ഉണ്ടായിട്ടില്ല. രാഹുൽ തീർത്തും വ്യത്യസ്തനാണ്. കൽപ്പാന്ത കാലത്തോളം മന്ത്രിയായി തുടരാം എന്ന ബിന്ദുവിന്റെ ആഗ്രഹത്തിനെ പൊളിച്ചടുക്കിയപ്പോഴാണ് അവർ രാഹുലിനെതിരെ ക്ഷുഭിതയായതും അവഹേളനം അഴിച്ചുവിട്ടതും. ടീച്ചറമ്മേ, എന്നാൽ ആ ചെക്കന് ഇന്ന് ജനഹൃദയങ്ങളിൽ 100-ൽ 100 മാർക്കാണ്. മറുഭാഗത്ത് ബിന്ദുവിന്റെ കാര്യമെടുത്താൽ ഇരിങ്ങാലക്കുടക്കാർക്കിടയിൽ പോലും അവരിന്ന് ഒരു വട്ടപൂജ്യം മാത്രം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.